യെസ്, സ്ഥലങ്ങൾ കാണിക്കുന്നതിന് മുമ്പ് ഫോട്ടോ എടുക്കുന്നതിൽ ഇവിടുത്തെ മെയിൻ പ്രത്യേകത ഒന്ന്, എവിടെ തിരിഞ്ഞാലും ഫ്രെയിമാണ്. അത് നമ്മളെ രീതിയിൽ നല്ല രീതിയിൽ ഒരു ഫോട്ടോ ആക്കിയെടുത്താൽ കറക്റ്റ് കിട്ടും. ഇതിന് ചുറ്റുഭാഗങ്ങൾ, അതായത് ഒരു ദ്വീപ് വരുന്നത് ഏകദേശം 4 കിലോമീറ്റർ വീതിയും 4 കിലോമീറ്റർ നീളം എന്നുള്ള രീതിയിലായിരുന്നു. അപ്പൊ ആ ഒരു സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോയി വരാൻ പറ്റും. ഇതിൽ ആ കാണുന്ന ഭാഗങ്ങളിൽ പോവാ, ആ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാല് ആ കാണുന്ന ഭാഗങ്ങളിലേക്ക് നമുക്ക് പോവാം. ഇനി കുറച്ച് സ്ഥലങ്ങളും കൂടി കാണിച്ചു തരാം. സ്ഥലങ്ങൾ ഇതാ മുത്തേ, ഇങ്ങനത്തെ ഒരുപാടുണ്ട്. ഇതാ നല്ല ഫ്രെയിമാ, പെർഫെക്റ്റ് ആയിട്ട്. ഏകദേശം ഒരു ഷിപ്പ് വന്നു കഴിഞ്ഞാല് ഈ ഒരു സ്ഥലത്തായിട്ട് ഇത് കാണുന്നുണ്ട, ഈ ഒരു ഇത്രത്തോളം ദൂരെ നിർത്തിയിട്ട് ബോട്ടിലാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരിക. അവിടെ ഫോട്ടോഷൂട്ടുകളാണ്. പിന്നെ ഇത് നമ്മള് റണ്ണർ, ഹെൽത്ത് ഈസ് വെൽത്ത്. പിന്നെ ഉള്ളത് തിങ്സ് ഒന്നും എടുത്തിക്കില്ല. സ്ഥലങ്ങളെ ബാക്കി കാര്യങ്ങളിലേക്ക് മെല്ലെ മെല്ലെ നടക്കാം. ഓക്കെ, ഫ്രെയിമിൽപ്പെട്ട സാധനങ്ങൾ നോക്കിയാ ഫുൾ ഫ്രെയിം. ഏത് ഭാഗം നോക്കിയാലും ഫ്രെയിം. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഫോട്ടോസ് എടുക്കാം. പിന്നെ അധികം ആളും പറയുന്ന ഒരു കാര്യമുണ്ട്, ലക്ഷദ്വീപിൽ വന്നാൽ കാണാൻ എന്താ, ഒരു ദ്വീപല്ലേ. അതല്ല, ആ ഒരു ചിന്താഗതി മാറ്റി നമ്മൾ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. നമ്മള് ഇതാ ഒന്നുമില്ല, ജസ്റ്റ് ചിന്തിക്കുക, ഇത്ര രണ്ട് ഭാഗത്തിന്റെ ഇടക്ക്, അതായത് ഇതാ ഈ ഒരു കടൽ വരുന്നുണ്ടോ, ഈ കാണുന്ന തൊട്ട് ഇത് വരെയ കര, അവിടെ അങ്ങോട്ട് കടൽ, ഈ അതിന്റെ നടുക്ക് ഇങ്ങനെ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിൽ എത്ര വലിയൊരു അത്ഭുതം. നമ്മള് സ്ഥലങ്ങൾ കാണാൻ ഖുർആൻ പറഞ്ഞത് ഇതിനെ പറ്റിയിട്ടൊക്കെയാണ്. അല്ലാതെ അവിടെ പോയാൽ കാണാൻ എന്താ, കുറച്ച് മണലുണ്ടാവും, കുറച്ച് ദ്വീപ്, ചെറിയൊരു സ്ഥലം, അതല്ല ചിന്തിക്കണ്ടേ. ജീവിതത്തില് സ്ഥലങ്ങളൊന്നും കാണാണ്ട് ഒരു സ്ഥലത്ത് തന്നെ ഉറച്ചു നിൽക്കുന്ന ടീമുണ്ട്. ഉറച്ചു നിൽക്കുന്ന ടീമിന്റെ പ്രശ്നം എന്ന് വെച്ചാല് പൊട്ടക്കിണറിലെ തവള എന്ന് പറയും. ആ ഒരു രീതിയിലേക്ക് മാറും. ആ രീതിയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാലുള്ള പ്രശ്നം, നമ്മൾ നിൽക്കുന്നതാണ് ഭൂമിന്റെ കേന്ദ്ര ബിന്ദു നമ്മൾ വിചാരിക്കും. അതിനെ കൊണ്ടൊരു കാര്യമില്ല. ഈ സ്റ്റൈലിഷ് ആയിട്ട് നടന്നു വരുന്നത്